ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച കുട്ടി മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ജോയിൻ ചെയ്യുന്നത് എന്തിനാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ അല്ല. അതിൻ്റെ ഉത്തരം സിമ്പിളാണ്. വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് നാം ആദ്യമായി ഒരിടത്തേക്ക് കയറി ചെല്ലുക. നമ്മളുടെ സ്വപ്നങ്ങളെ ആ ഇടം സാക്ഷാത്കരിക്കും എന്ന ഉറപ്പോടുകൂടിയാവും നാം ഒരിടത്തേക്ക് ആദ്യമായി ചെന്ന് കയറുക. ആ ഇടം നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കില്ല എന്ന് തോന്നിത്തുടങ്ങുന്ന നിമിഷം, താൻ അപകടത്തിലാണ് എന്ന് തോന്നിത്തുടങ്ങുന്ന നിമിഷം നാം മറ്റൊരിടത്തേക്ക് യാത്ര തുടങ്ങുന്നു എന്നതാണ് സത്യം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യുന്ന കുട്ടി മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ചേരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അതിൻ്റെ ഒറ്റ വാക്കുത്തരം ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ അയാളെ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നത് മാത്രമാണ്. അത്തരം കുട്ടികളുണ്ടോ എന്നാവും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. അത്തരം കുട്ടികളുണ്ട്. യുക്തിപരമായി അത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന കുട്ടികളാണ് സുരക്ഷിതമായ ഭാവിയിലേക്ക് ചുവട് വെക്കുക എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ അത്തരം 2-3 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്തിവെക്കാം. ഉദാഹരണം 1, ഷുക്കൂർ. 2021 എൻട്രൻസ് എക്സാമിനേഷൻ ഗംഭീരമായി എഴുതിയ സൈലം ലേണിംഗ് ആപ്പിൻ്റെ കുട്ടികളിൽ ഒരാളാണ് ഷുക്കൂർ. അബ്ദുൾ ഷുക്കൂർ വി എന്നാണ് ഷുക്കൂറിൻ്റെ മുഴുവൻ പേര്. ഷുക്കൂർ ആദ്യമായി വന്ന് ജോയിൻ ചെയ്യുന്നത് 2021 എൻട്രൻസ് എക്സാമിനേഷൻ എനിക്ക് ഗംഭീരമായി എഴുതണം എന്നാഗ്രഹിച്ച് ഷുക്കൂർ ആദ്യമായി വന്ന് ജോയിൻ ചെയ്തത് സൈലം ലേണിംഗ് ആപ്പിലല്ല. താൻ ആദ്യമായി ജോയിൻ ചെയ്ത ഇടത്തു നിന്ന് സൈലം ലേണിംഗ് ആപ്പ് ഷുക്കൂർ തേടി വന്നത് ഷുക്കൂറിൻ്റെ പേരൻ്റ് പോലും അറിഞ്ഞിട്ടില്ല. ഷുക്കൂറിൻ്റെ ബാപ്പ നമ്മളോടത് പറയും. നമസ്കാരം. സൈലത്തിലെ കോച്ചിങ്ങിനെ കുറിച്ച് മോന് എൻറോൾ ചെയ്യാൻ കാര്യം ഞാൻ അറിഞ്ഞില്ല. മോനെ എന്നോട് പറയാൻ തന്നെ എൻറോൾ ചെയ്ത്. എന്നിട്ട് ഞാൻ എങ്ങനെ പഠിത്തം എങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സൈലത്തിൻ്റെ ക്ലാസ് കേൾക്കുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സാറന്മാരൊക്കെ വളരെ യൂസ്ഫുൾ, വളരെ എക്സലൻറ്റ് ക്ലാസ്സാണ്. നല്ല ക്ലാസ്സാണ് അവർ നടത്തുന്നത്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ, ഞാൻ അവൻ്റെ രീതിയിലാണ് വിട്ടതാണ്. എങ്ങനെ അവൻ എന്ത് ഇഷ്ടം ആ രീതിയിൽ പഠിച്ചോട്ടെ. എത്ര പോസിറ്റീവായ വാക്കുകളാണ് അല്ലേ? യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന കുട്ടികളാണ് ജീവിത വിജയം നേടുക എന്ന് മാത്രമല്ല നിങ്ങൾ ഈ ബാപ്പയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന കുഞ്ഞുങ്ങൾക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്ന രക്ഷിതാക്കളാണ് ആ കുട്ടികളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത് എന്നുകൂടെ നിങ്ങൾ തിരിച്ചറിയണം. എന്തിനാണ് സൈലം ലേണിംഗ് ആപ്പിലേക്ക് വന്നത് എന്ന ചോദ്യത്തിന് ഷുക്കൂറിന് വ്യക്തമായ ഉത്തരമുണ്ട്. ആ ഉത്തരങ്ങളിൽ ഒന്ന്, താൻ ഇന്നോളം കണ്ട ടീച്ചേഴ്സിൽ ഏറ്റവും മികച്ച ടീച്ചേഴ്സ് സൈലം ലേണിംഗ് ആപ്പിലാണ് എന്നതാണ്. നിങ്ങൾ ഷുക്കൂറിൽ നിന്ന് തന്നെ അത് കേൾക്കണം. സൈലത്തിലെ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ടീച്ചർമാരും ഒന്നിനൊന്നിനും മെച്ചമാണ്. അതിൽ എനിക്ക് ബയോളജിയിൽ പേഴ്സണലി പി വി സാറെ ഭയങ്കര ഇഷ്ടമായി. കാരണം ഇത്രയും ബയോളജി ഓരോ ലൈനും ഓരോ വേർഡും ഇത്ര ഇൻഡെപ്തായിട്ട് ബയോളജി എടുക്കുന്ന വേറൊരു ടീച്ചറെ ഞാൻ കണ്ടിട്ടില്ല. അത് സത്യമാണ്. പിന്നെ സി വി എം സാർ ലാസ്റ്റ് ഓർഗാനിക്കിൽ എല്ലാ ചാപ്റ്റേഴ്സും 100 ക്വസ്റ്റ്യൻ സീരീസ് ആയിരുന്നു. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ എൽ കെ സാർ ഫിസിക്കൽ കെമിസ്ട്രി പ്രോബ്ലംസ്. പിന്നെ പറയുകയാണെങ്കിൽ ഫിസിക്സിൽ അനന്തു സാറിൻ്റെ കുറേ ട്രിക്സ് ഉണ്ടായിരുന്നു. സൈലം ലേണിംഗ് ആപ്പിലെ ഓരോ ടീച്ചേഴ്സിനെ കുറിച്ച് പറയാനും ഷുക്കൂറിന് 1000 നാവാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഷുക്കൂറിൻ്റെ വാട്സപ്പ് പ്രൊഫൈൽ പിക്ചർ ഞാൻ എടുത്ത് നോക്കിയിരുന്നു. സൈലം ലേണിംഗ് ആപ്പിലേക്ക് എൻട്രൻസ് എക്സാമിനേഷൻ ഗംഭീരമായി എഴുതിയതിൻ്റെ സന്തോഷം പങ്കുവെക്കാൻ വന്ന ദിവസം ഷുക്കൂർ എടുത്ത ഒരു പടമുണ്ട്. ആ പടം അവന് പ്രിയപ്പെട്ട വേൽമുരുകൻ മാഷിനൊപ്പം അവനിരിക്കുന്ന പടമാണ്. ഇന്നും ഷുക്കൂറിൻ്റെ വാട്സപ്പ് പ്രൊഫൈൽ പിക്ചർ ഈ ചിത്രമാണ്. ഇങ്ങനെയാണ് അധ്യാപകർ കുട്ടികളുടെ മനസ്സിൽ ഇടം നേടുന്നത്. ഉദാഹരണം 2, നന്ദന പിള്ള. നന്ദനയും ആദ്യം വന്ന് ജോയിൻ ചെയ്തത് സൈലം ലേണിംഗ് ആപ്പിലല്ല. ആദ്യം പോയി ജോയിൻ ചെയ്ത സ്ഥലത്തേക്കാൾ എന്താണ് സൈലം ലേണിംഗ് ആപ്പിൽ അധികമായുള്ളത് എന്ന് നന്ദനയോട് ഒരൊറ്റവട്ടം ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തുമാത്രം കോൺഫിഡൻസ് ആണ് ഞങ്ങൾ നൽകുന്നത് എന്ന്. സൈലം ലേണിംഗ് ആപ്പിനെ കുറിച്ച് നന്ദന പറഞ്ഞു തുടങ്ങിയാൽ ആ പറച്ചിലിൻ്റെ ഒഴുക്കിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അവൾ എത്രമാത്രം ഞങ്ങളോട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് എന്ന്. ഈ നീറ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാത്ത ഒരാൾക്ക് ഒരിക്കലും ആ ഒരു ഫ്രെയിമിൽ നിന്ന് ആലോചിക്കാൻ പറ്റില്ല. നമ്മളൊരു മോഡൽ എഴുതുമ്പം ഒരാൾക്കും, ആരാണെങ്കിലും ടോപ്പർ ആണെങ്കിലും ആരാണെങ്കിലും, നമുക്ക് എപ്പോഴും നമ്മുടെ ഭയങ്കര ഹൈ മൊമെന്റ്സും ഭയങ്കര ലോ മൊമെന്റ്സും ഉണ്ടാവും. അപ്പം ഓരോ പ്രാവശ്യവും നമ്മൾ ആ ലോ മൊമെന്റ്സിൽ നിന്ന് പിക്കപ്പ് ചെയ്യാൻ എല്ലാവരും ഉണ്ടാവും, കൂടെ പേരൻസ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷെ
മാർക്ക് കുറയുമ്പോഴത്തേക്കും പേരൻസ് നോർമലി നമ്മളെക്കാട്ടി ഡൗൺ ആവും. അപ്പോൾ നമ്മൾക്ക് വേണ്ടുന്ന ഒരു മോട്ടിവേഷൻ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ സൈലത്തിലെ സ്റ്റോറീസ് അതെന്നെ ഭയങ്കര യൂസ്ഫുൾ ആയി. ഞാൻ ഒരു ദിവസം തന്നെ നിങ്ങൾ പറഞ്ഞ് എനിക്ക് വിശ്വസിക്കുക പോലെ അറിയില്ല, ഞാൻ 3-4 പ്രാവശ്യം ഒരേ വീഡിയോ കണ്ടിട്ടുണ്ട്. ഒരേ വീഡിയോ ഒന്നുമില്ല, ഞാൻ ഡുവൽ ഡേ കണ്ടുകൊണ്ടിരിക്കുക, പക്ഷെ എനിക്ക് ഇനിയും ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നുന്നതായിരിക്കും എന്താ പിന്നെ ഞാൻ സ്റ്റോറീസിൻ്റെ 7th എപ്പിസോഡ് ഒന്നും കൂടി കാണാം, അല്ലെങ്കിൽ 6th എപ്പിസോഡ് ഒന്നും കൂടി കാണാം, സച്ചിൻ തെണ്ടുൽക്കറിന്റെ പേരൊന്നും കൂടി കേൾക്കാം എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ ഒരു 4-5 മിനിറ്റ് ആണെങ്കിൽ അത് വരുത്തുന്ന ആ ഒരു മൂഡിന്റെ മാറ്റം അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും ഭയങ്കര വേറൊരു ലെവലിലേക്ക് എന്നെ കൊണ്ടുവന്നത്. ഉദാഹരണം 3, ഖദീജ സമില. ഖദീജയെ ആദ്യമായി കണ്ട ദിവസം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. എൻട്രൻസ് എക്സാമിനേഷൻ നന്നായി എഴുതിയതിൻ്റെ വിശേഷം പറയാനാണ് അവൾ ഓടി വന്നതെങ്കിലും ഞാനീ കാണുന്നത് സ്വപ്നമാണോ, എന്നെങ്കിലും നിങ്ങളെയൊക്കെ കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, ഇത് സ്വപ്നമാണോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ വന്നു നിന്ന ആ നിൽപ്പ് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. എത്രമേൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഒരിടത്ത് പോയി ജോയിൻ ചെയ്ത കുട്ടി ആയിടം വിട്ട് ഞങ്ങളിലേക്ക് വരുന്നത് എന്ന്. കേരളത്തിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് നല്ലൊരു അവരെല്ലാവരും നല്ല ഫാക്കൽറ്റീസും നല്ല ബെസ്റ്റ് ലെക്ചേഴ്സും അതേപോലെ തന്നെ മെറ്റീരിയൽസും ഒക്കെ നമുക്ക് തരുന്നുണ്ടാവും. പക്ഷെ അവരൊക്കെ ലാക്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, മോറൽ സപ്പോർട്ട് എന്ന് പറയുന്ന കാര്യം. അത് സൈലം അവരുടെ ബെസ്റ്റ് വേല നമുക്ക് തരുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നോമ്പിന്റെ ടൈമിൽ ഞാൻ 2 മണിക്ക് നീച്ചിട്ട് ഞാൻ പഠിക്കുന്ന ടൈമിൽ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു അനന്തു സാറിനോട്. ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് റിപ്ലൈ കിട്ടുള്ളൂ എന്നാ, ബട്ട് എന്നെ നെട്ടിച്ചുകൊണ്ട് അത് സാർ ഒരു 10 മിനിറ്റ് കൊണ്ട് സാർ എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വെലുമുരുകൻ സാറിനോട് ഡൗട്ട് ചോദിച്ച ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത് എൻലെസ് ആവും. സാറിനോട് എത്ര ചോദിച്ചാലും സാർ അത് അതിന്റെ ബേസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇന്റലിജന്റ് അല്ലെങ്കിൽ ആവറേജ്, ബിലോ ആവറേജ് അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ലാതെ അവരെല്ലാവരെയും ഈക്വൽ ആയിട്ടായിരുന്നു നമ്മളെ ഫേസ് ചെയ്തിരുന്നത്. അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്ത് സൈലത്തിലോട്ട് വന്നപ്പോഴാണ്. ബിക്കോസ് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എനിക്ക് നന്നായിട്ട് അങ്ങനെ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ ഒട്ടുമില്ലായിരുന്നു. ഫോർ ദം എവരിവൺ ഈസ് ഈക്വൽ. ഈ കുട്ടികൾ അതിഗംഭീരമായി എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിരിക്കുന്നു എന്ന സന്തോഷം സൈലം ലേണിംഗ് ആപ്പ് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഞങ്ങളിലേക്ക് വരും മുമ്പ് അവർ ചെന്ന് കയറിയ സ്ഥാപനങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാവും, ഞങ്ങൾക്കത് മനസ്സിലാവും. ആദ്യം വന്ന് കയറിയത് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്കാണ്, അതുകൊണ്ട് ഈ റിസൾട്ട് ഞങ്ങളുടേതാണ് എന്നുച്ചത്തിൽ വിളിച്ചു പറയലാവരുത് ഈ അസ്വസ്ഥതയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പാഠം. ഈ അസ്വസ്ഥത നിങ്ങളെ ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിക്കണം. ഞങ്ങളുടെ ക്ലാസ് മുറിയിൽ മാത്രം ഇരിക്കേണ്ട കുട്ടി എന്തുകൊണ്ടാണ് മറ്റൊരു ക്ലാസ് മുറിയിലേക്ക് ചെന്ന് കയറിയിട്ടുണ്ടാവുക എന്ന ആത്മപരിശോധന നടത്താൻ ഈ അസ്വസ്ഥത നിങ്ങളെ പ്രേരിപ്പിക്കണം. ആരുടെ റിസൾട്ടാണ് എന്നതല്ല, ആർക്കാണ് ഈ റിസൾട്ടിന്റെ മഹത്വം അവകാശപ്പെടാൻ യോഗ്യതയുള്ളത് എന്നതാണ് ചരിത്രത്തിൽ അവശേഷിക്കുക. ഒന്നല്ല, ഒരുപാട് വർഷം ഞങ്ങൾ ഇരുത്തി പഠിപ്പിച്ചതാണ് എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ള മറുപടിയെങ്കിൽ തീർച്ചയായും നിങ്ങൾ അപകടത്തിലാണ്. ഒരുപാട് വർഷം നിങ്ങളുടെ ക്ലാസ് മുറിയിലിരുത്തി പഠിപ്പിച്ചിട്ടും ഈ സംവിധാനം മതി എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ എന്ന കോൺഫിഡൻസ് ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നത് നിങ്ങളുടെ പരാജയമാണ്. നല്ല ഭക്ഷണം കഴിച്ച് വയറ് നിറച്ചിരിക്കുന്ന ഒരാൾ തൊട്ടപ്പുറത്തെ ഒരു കൗണ്ടറിൽ ഫ്രീ എന്ന ബോർഡ് വെച്ച് വയറ് നിറയെ ഭക്ഷണം തരാം, ഇങ്ങോട്ട് വരൂ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലും ആ കൗണ്ടറിലേക്ക് പോവുകയില്ല. പോകുന്നയാൾക്ക് വിശപ്പുണ്ട് എന്നതാണ് സത്യം. പോകുന്നയാളെ നിങ്ങൾ പട്ടിണിക്കിട്ടിട്ടുണ്ട് എന്നതാണ് സത്യം. ആ കൗണ്ടറിൽ പോയി ഭക്ഷണം കഴിക്കരുത് എന്ന് പറയും മുമ്പ് ഞാൻ വിളമ്പിയ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയിൽ അപാകതയുണ്ടോ എന്ന ആത്മപരിശോധന നടത്താത്ത ഒരാൾ ആ പാചകപ്പുര നടത്താൻ ഒട്ടുമേ യോഗ്യനല്ല എന്നാണ് സൈലം ലേണിംഗ് ആപ്പിൻ്റെ പക്ഷം. ഫ്രീ ആയി പഠിപ്പിക്കാം എന്ന് മാടി വിളിച്ചാലും ഒരു കുട്ടിയും സൈലം ലേണിംഗ് ആപ്പ് വിട്ടു പോവില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അവന് വേണ്ടത് മുഴുവൻ ആത്മാർത്ഥമായി പകർന്നു കൊടുക്കാൻ ഞങ്ങൾ അങ്ങേയറ്റം പരിശ്രമിക്കും എന്ന് ബോധ്യമുണ്ട് സൈലം ലേണിംഗ് ആപ്പിലെ കുട്ടിക്ക്. അവരെ സാറ്റിസ്ഫൈ ചെയ്യും സൈലം ലേണിംഗ് ആപ്പ് എന്ന് ബോധ്യമുണ്ട് ഈ സ്ഥാപനത്തിന്. അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടി ഈ പാളയം വിട്ട് മറ്റൊരിടത്തും പോയി ചേർന്ന് കളയും എന്ന ആകുലത സൈലം ലേണിംഗ് ആപ്പിനില്ല. അത്തരം ആകുലതകളുള്ള സ്ഥാപനങ്ങൾ ആ കുട്ടികളോട് ഇവിടെ നിൽക്കണം എന്ന് കണ്ണുരുട്ടി പറയുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ നിൽക്കണം എന്നവർക്ക് തോന്നാവുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ മാത്രം നിന്നാൽ തങ്ങൾ എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യും എന്ന ആത്മവിശ്വാസം അവർക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ കരച്ചിൽ ബാലിശമാണ് എന്ന് സങ്കടത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്.
ചിലത് മറുപടി അർഹിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. ആ ഇനത്തിൽപ്പെടുത്തി വിട്ടുകളഞ്ഞതാണ് ഞങ്ങൾ ഇതിനെയും. ഇപ്പോൾ മറുപടി പറയാൻ വന്നതിൻ്റെ കാരണം മറ്റൊന്നാണ്. നമ്മളുടെ റിസൾട്ട് ആപ്പുകാർ കൊണ്ടുപോകുന്നു, അവരെ പോയി തെറിവിളിക്കൂ എന്ന് ഒരു പ്രധാന അധ്യാപകൻ തൻ്റെ കുഞ്ഞുങ്ങളിരിക്കുന്ന ക്ലാസ് റൂം വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ച വോയിസ് മെസ്സേജ് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഈ സംസ്കാരമല്ല അധ്യാപകർ കേരളത്തിൽ അവശേഷിപ്പിക്കേണ്ടത്. നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്നാണ് ഞങ്ങളത് കേട്ടത്. അവർ നിങ്ങളെ വിലയിരുത്തുന്നുണ്ട്. തനിക്കു വേണ്ടി കൂക്കി വിളിക്കാനും, തനിക്കു വേണ്ടി തല്ലുണ്ടാക്കാനും, തനിക്കു വേണ്ടി തെറി വിളിക്കാനും ചാവേർപ്പടയുണ്ടാക്കലല്ല അധ്യാപനത്തിൻ്റെ ലക്ഷ്യം. തൻ്റെ ക്ലാസ് മുറിയിലിരിക്കുന്ന കുട്ടിക്ക് ഒരധ്യാപകനും പകർന്നു കൊടുക്കേണ്ട സംസ്കാരം അതല്ല എന്ന് വിനീതമായി സൈലം ലേണിംഗ് ആപ്പ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആരുടെയെങ്കിലും കൂക്കിവിളികളിൽ ഒലിച്ചു പോകുന്ന ഈർക്കിൽ കൊട്ടാരമല്ല സൈലം ലേണിംഗ് ആപ്പ്. ഇത് ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഒന്നിച്ചു പണിഞ്ഞ സാമ്രാജ്യമാണ്. ഇതിൻ്റെ കെട്ടുറപ്പ് ആത്മാർത്ഥതയിലാണ്. ഇതിൻ്റെ കെട്ടുറപ്പ് സത്യസന്ധതയിലാണ്. കൂക്കിവിളിക്കും മുമ്പ്, തെറിവിളിക്കും മുമ്പ് കാലടിയിൽ നിന്നൊലിച്ചു പോകുന്ന മണ്ണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉത്തമം എന്ന് സങ്കടത്തോടെ സൈലം ലേണിംഗ് ആപ്പ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മറ്റെവിടെയെങ്കിലും പോയി ചേർന്ന് കളഞ്ഞു എന്ന് പരാതി പറഞ്ഞ് ചെറുതാവാൻ ഇനിയും നിങ്ങൾ കേരളത്തിന് മുമ്പിൽ വരരുത്. അതൊരാത്മനൊമ്പരമായി അവിടെ കിടക്കണം. നിങ്ങൾക്ക് നിങ്ങളെ തിരുത്താനുള്ള സന്ദർഭമാവണം ഇത്. നാളെ ഈ കുട്ടികളുടെ റിസൾട്ടുകൾ നിങ്ങളുടെ റിസൾട്ടുകളാണ് എന്ന് പറഞ്ഞ് നിങ്ങളൊരു പക്ഷേ വീണ്ടും വന്നേക്കും. അല്ലെന്ന് പറയാൻ സൈലം ലേണിംഗ് ആപ്പ് വരില്ല. ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ കുട്ടികളാണ് എന്ന് മാത്രമേ ഞങ്ങൾ അപ്പോഴും പറയുകയുള്ളൂ. ഞങ്ങളിലേക്ക് വന്നതിന് ശേഷം കോൺഫിഡൻസ് പോരാഞ്ഞ് അവർ മറ്റെവിടേക്കും പോയിട്ടില്ല എന്ന് മാത്രമേ അഭിമാനത്തോടെ ഞങ്ങൾ അന്നും പറയുകയുള്ളൂ. എങ്കിലും ഈ റിസൾട്ട് കാട്ടി നിങ്ങൾക്ക് ആളെ കൂട്ടാൻ കഴിഞ്ഞേക്കും. ആളെ കൂട്ടുന്നതിലല്ല കാര്യമിരിക്കുന്നത്, കൂടിയ ആൾക്കൂട്ടത്തെ അവിടെ തന്നെ നിലനിർത്തുന്നതിലാണ് കാര്യമിരിക്കുന്നത് എന്നിനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. എവിടെ പഠിച്ച കുട്ടിക്കും സൈലം ലേണിംഗ് ആപ്പിലേക്ക് വരാം. ഒരു വിവേചനവും ഞങ്ങൾ നിങ്ങളോട് കാണിക്കുകയില്ല. നിങ്ങൾ മറ്റെവിടെയെങ്കിലും പഠിച്ചിരുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയില്ല. വരൂ, നമുക്കൊരുമിച്ച് പഠിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ നിങ്ങളെ ചേർത്ത് പിടിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചെയ്യേണ്ടത് ഇതാണ്. അവരെ സ്നേഹിക്കണം, ആത്മാർത്ഥമായി അവരെ പഠിപ്പിക്കണം. അവരുടെ സംശയങ്ങൾക്ക് സഹിഷ്ണുതയോടെ ഉത്തരം പറയണം. രാപ്പകൽ അവരുടെ കൂടെ ഇരിക്കണം. അവർ തളർന്നു പോകുന്നു എന്ന് തോന്നുമ്പോഴെല്ലാം അവരെ ചേർത്തു പിടിക്കണം. ഉറപ്പാണ്, നിങ്ങളുടെ കുട്ടി നിങ്ങളെ വിട്ട് മറ്റെവിടെയും പോവുകയില്ല. ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത കുട്ടി മറ്റൊരു സ്ഥാപനം തേടി പോകുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് കേരളീയ സമൂഹത്തിനൊരു ഉത്തരമുണ്ട്. ആ ഉത്തരം ഭദ്രമായി അവിടെ കിടപ്പുണ്ട്. അതിനെ വെള്ളപൂശുന്നതിൽ തെറ്റില്ല. അതിനെ നോക്കി കൊഞ്ഞനം കുത്തുന്നതിലും തെറ്റില്ല. അത്തരം അല്പബുദ്ധികളോട് പ്രതികരിക്കാൻ സൈലം ലേണിംഗ് ആപ്പ് വരികയുമില്ല. പിന്നെ ഇപ്പോൾ വന്നത് നിങ്ങളെ ഉപദേശിക്കാനല്ല, ഞങ്ങൾ എന്താണ് എന്ന് നിങ്ങളെ ബോധിപ്പിക്കാനുമല്ല, നിങ്ങൾ എന്താവരുത് എന്ന് നിങ്ങളോട് പറയാൻ തന്നെയാണ്. സ്വന്തം ക്ലാസ് മുറിയിലിരിക്കുന്ന കുട്ടിയെ തനിക്കു വേണ്ടി തെറിവിളിക്കാൻ പറഞ്ഞയക്കുന്ന അധ്യാപകൻ ആധുനിക സമൂഹത്തിന് ചേർന്നയാളല്ല എന്നും അയാൾ നിർമ്മിക്കുന്ന സമൂഹം ഭാവിക്ക് അപകടകരമാണ് എന്നും ഓർമ്മിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ വന്നത്. അല്പം കൂടെ ആധുനികനാവൂ എന്ന് സങ്കടത്തോടെ അപേക്ഷിക്കാനാണ് ഇപ്പോൾ വന്നത്. നന്ദി.